നേതൃത്വത്തിനൊരു ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് ഒപ്പം ദൈവസഭ നിൽക്കുന്നുവെങ്കിൽ നിന്നെ ഒരു വീരനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുക, നിന്നെ ഒരു ശക്തനാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുക. ആമേൻ. നേതൃത്വത്തിന്റെ ദർശനത്തിന് ഒത്തവണ്ണം നിൽക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ നിന്നെ ദൈവം സിംഹമുഖമുള്ളവനാക്കി മാറ്റും. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളോടും ക്ഷമിക്കണമേ. കടമാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. അപ്പൊ കട ഇല്ലാണ്ടാവും. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. അതിനർത്ഥം ഞങ്ങൾ കടക്കാരാണ്. നമ്മളെല്ലാവരും കടക്കാരാണ്. കടത്തെ ഒന്ന് ക്ഷമിക്കണേ. ദൈവം കടത്തെ ക്ഷമിച്ചു കഴിഞ്ഞാൽ കടമില്ലാത്തവരായി തീരും. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം, നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. കടങ്ങളെ ക്ഷമിക്കണമേ. കടമില്ലാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാ എന്ന് ഞാൻ ചോദിച്ചാൽ കുറച്ചുപേര് ഒരു പക്ഷേ 1 രൂപ പോലും കടമില്ലാതെ ജീവിക്കുന്നവരുണ്ടായിരിക്കുക. എങ്കിലും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച്, ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് കടം മേടിക്കും. മാത്രവുമല്ല, നമുക്ക് കടം തരാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി കടം മേടിക്കാറുമുണ്ട്. ഇവിടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്ന ഒന്നാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ കടമാണ് ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറയുന്നത്. 1 സാമുവേൽ 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ ഒരു ശോചനീയ അനുഭവമാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ ഒരു കാൽവയ്പാണ് നമുക്ക് അവിടെ കാണുവാണെങ്കിൽ. 1 സാമുവേൽ 22:2 ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. മതി, ബലം പിടിയോ. അവിടെ എഴുതിയിരിക്കുക ഞെരുക്കമുള്ളവർ. ദാവീദിന് പെട്ടെന്ന് അവനൊരു ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു നിയോഗം ദാവീദിൻ്റെ മേൽ കൊടുന്നു. ഒരു ലീഡർഷിപ്പിലേക്ക് ദാവീദിനെ കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചു. ലീഡർഷിപ്പിലേക്ക് ദൈവം ഒരു ഭക്തനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിച്ചാൽ നടക്കത്തില്ല, മനുഷ്യൻ വിചാരിച്ചാൽ നടക്കത്തില്ല. വിചാരിച്ചാൽ നടക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. അപ്പോൾ ദൈവം കാട്ടിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഈശായി ഗോത്രത്തിലെ ഏറ്റവും പ്രാഗൽഭ്യമില്ലാണ്ടിരുന്ന ദാവീദിനെ കുറിച്ച് ഒന്നങ്ങ് തീരുമാനിച്ചു, ഞാൻ നിന്നെ ലീഡറാക്കും, ഞാൻ നിന്നെ നേതാവാക്കും, ഞാൻ നിന്നെ പ്രധാനിയാക്കും. അപ്പോൾ അത് ദൈവം അങ്ങ് തീരുമാനിച്ച് അതിൻ്റെതായിട്ടുള്ള ആ ഓരോ പടികളും ഇങ്ങനെ നടത്തി വന്നപ്പോൾ ശൗല് തനിക്ക് വിപരീതമായി നിൽക്കുന്നു. മറുഭാഗത്തിൽ ദാവീദ് ഒറ്റപ്പെട്ട അനുഭവത്തിലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകൊണ്ട് ദാവീദിനോടുകൂടി 400 പേർ ദാവീദിനോടുകൂടെ വന്നു തീർന്നു. ഒരു ദൂത് ഞാൻ എന്ന് പറഞ്ഞോട്ടെ, ഒരു മനുഷ്യനെ നേതാവാക്കാൻ പറ്റത്തില്ല. നേതാവാകാൻ വിചാരിച്ചാലും നടക്കത്തില്ല, നേതാവാക്കാനും പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് മാത്രമേ ഒരുവനൊരു ലീഡർഷിപ്പ് കൊടുക്കുവാനായിട്ട്, കൈമാറ്റം ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തുള്ളൂ. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ലീഡേഴ്സ് ഇരിപ്പുണ്ട് എങ്കിൽ ഇത് മനുഷ്യൻ തന്ന ഒരു പദവിയല്ല. ദൈവം നിന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ദൈവം നിന്നെ അതിനുവേണ്ടി ആക്കി വച്ചിരിക്കുകയാണ്, ദൈവം നിന്നെ ആ വിധത്തിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്.
പറയുകയാണ്, ഇതൊരു മനുഷ്യൻ തന്ന പോസ്റ്റായിട്ട്, ഷാജി ബ്രദർ തന്നൊരു പോസ്റ്റായിട്ട് കണക്കാക്കരുത്, ഷാലോം ചർച്ചുകാർ തന്നൊരു പോസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നിന്റെ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ തന്നൊരു പോസ്റ്റായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. മേളിൽ നിന്ന് നിനക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതുകൊണ്ട് മാത്രമാണ് നീ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ലീഡറായിട്ടിരിക്കുന്നത്, നീ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നീ പ്രധാനിയായിട്ട് എടുക്കപ്പെടുന്നത്. ദാവീദിനെ ദൈവമായ കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവന്റെ മേലൊരു അഭിഷേകം കൊടുത്തപ്പോൾ അതൊരു മാനുഷികമായ കൽപ്പനയല്ലായിരുന്നു, അതൊരു ദൈവിക പദ്ധതിയായിരുന്നു. അങ്ങനെ ദൈവം ഒരാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റത്തേയില്ല. ദൈവം അവരെ സൂക്ഷിക്കും. മോശയെ കർത്താവ് ഒരു നല്ലൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. ഒരൊറ്റ എണ്ണം കയറി തൊടാനായിട്ട് മോശയെ അനുവദിച്ചതേയില്ല. ദൈവം അവനെ പഠിപ്പിച്ചു. കൊലക്കേസിൽ ഒരു പ്രതിയാകിയിരുന്ന വ്യക്തിയെ ദൈവം അവിടെ നിന്നെല്ലാം രക്ഷിച്ച് കൊണ്ടുവന്നു. അവൻ്റെ കുറവുവശങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ദൈവം അതെല്ലാം മറച്ചും ക്ഷമിച്ചും അതെല്ലാം കൊണ്ടുവന്നു. അവിടെ തന്നെ ഒരു കൊലകുറ്റത്തിന് കേസുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ചില ജാതീയ വ്യവസ്ഥകൾ, ചില കോംപ്ലക്സുകൾ, അങ്ങനെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സബ്ജക്റ്റ് അതല്ല. അങ്ങനെ അവനെ കൊണ്ടുവന്നു. ഒടുവിൽ അവനെ ദൈവം നല്ലൊരു നേതാവാക്കി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന സമയത്തിൽ ഒരു കൂശിയ സ്ത്രീ നിമിത്തം ഒരു ദൈവദാസനും ഒരു ദൈവദാസിയും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി മോശയ്ക്ക് വിപരീതമായിട്ട് സംസാരിച്ചു. ഒരു കൂശിയ സ്ത്രീ നിമിത്തം അഹരോനും മിരിയാമും പറഞ്ഞു, മോശയിലൂടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ, മോശ മാത്രമാണോ ലീഡർ? ഞങ്ങളൊക്കെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച സമയത്തിലേക്ക് ഇത് മോശ കേൾക്കുന്നില്ല. ഉടനടി ഒരു മേഘം കടന്നു വന്നതിന് ശേഷം എൻ്റെ ഭക്തനായിരിക്കുന്ന എൻ്റെ ദാസനായിരിക്കുന്ന മോശയ്ക്ക് വിപരീതമായി സംസാരിക്കാൻ നിങ്ങൾ ശങ്കിക്കാത്തതെന്ന്, എന്തിന് നീ അവനെതിരായിട്ട് സംസാരിച്ചു എന്ന് ദൈവം ഉടനടി വന്ന് ചോദ്യം ചെയ്തതിന് ശേഷം മിരിയാം കുഷ്ഠരോഗിയായി തീരുന്നു. പിന്നെ മോശ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ സമയത്തിലും മോശയുടെ ഭാഗത്തായിരുന്നു ആക്ച്വലി തെറ്റ്. ഒരു കൂശ്യാസ്ത്രീ നിമിത്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ അവനെതിരായി ചിലർ സംസാരിച്ച സമയത്തിലേക്ക് ദൈവം മോശയെ മാറോട് ചേർത്തണച്ചത്, ഞാൻ പോസ്റ്റ് ചെയ്തതാണ്, ഇവന്റെ മേൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കും, ഇവന്റെ മേൽ തെറ്റുണ്ടെങ്കിൽ അവനെ ഞാൻ ചോദ്യം ചെയ്യും, നിനക്ക് എൻ്റെ ഭക്തനെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം എന്നുള്ളതിനെ കുറിച്ചായിരിക്കപ്പെടുന്നു. ദാവീദിന്റെ ഭാഗത്തിലേക്ക് തെറ്റ് കടന്നു വന്ന ഉടനെ നാഥാൻ പ്രവാചകനെ അയച്ച് ദൈവം ഡയറക്റ്റായിട്ട് ഇടപെട്ടു. പക്ഷേ ആ സമൂഹത്തിന് ആർക്കും ചോദ്യം ചെയ്യുവാൻ ദൈവം അനുവദിച്ചതേ ഇല്ല. ഭക്തനായിരിക്കപ്പെടുന്ന ശൗല് തെറ്റിപ്പോയി. അഭിഷിക്തനായിരുന്നു, ലീഡറായിരുന്നു. തെറ്റിലേക്ക്, പാപത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് അവൻ കടന്നുപോയ ആ സമയത്തിലേക്ക് ഒരിക്കൽ ദാവീദ് ഒരിക്കൽ കൈയോങ്ങി അഭിഷിക്തനെതിരായിട്ട്. ആ സമയത്തിലാണ് അവന്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാവരും അമാലേക്കർ തട്ടിക്കൊണ്ടുപോയി. ദാവീദ് ഒരുപാട് കിടന്ന് കരഞ്ഞു. അപ്പോഴാണ് ദാവീദ് മനസ്സിലായത്, എൻ്റെ ഭക്തന് വിപരീതമായിട്ട് കൈയോങ്ങാൻ മടിക്കായിക കൊണ്ടാണ്, ആകയാൽ പിന്മാറ്റക്കാരനാണ് ശൗല്. പക്ഷേ ആമേൻ, ഭക്തന് വിപരീതമായിട്ട് സംസാരിച്ചത് കൊണ്ട്, കൈയോങ്ങിയത് കൊണ്ട് ഇവന്റെ കുടുംബത്തെ മുഴുവനും അടുത്തു മാറ്റും. അവൻ ഒരുപാട് കരഞ്ഞു നിലവിളിച്ച് ഒരുപക്ഷെ സിക്ലാഗിൽ വെച്ച് പിന്നത്തേതിൽ അവരെ തിരിച്ചു കൊണ്ടുവന്നതോടുകൂടി ദാവീദിനറിയാം അഭിഷിക്തന്മാർക്കെതിരായിട്ട്. അതുകൊണ്ടാണ് പിന്നത്തേതിൽ അവനെ കുന്തമെറിഞ്ഞിട്ടും അവനെ വെട്ടാനും കുത്താനും ഉപദ്രവിക്കാനും ഒക്കെ നോക്കിയപ്പോഴും സ്തോത്രം ആമീൻ, ശത്രുവായിരിക്കുന്ന ശൗല് കിടന്ന് ഉറങ്ങിക്കിടന്ന സമയത്തിൽ ആയുധധാരിയായിരിക്കുന്ന ദാവീദ് അറിയാതെ ചെന്ന് ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴും അവനെ ഒന്നും ചെയ്തില്ല. ദാവീദിനറിയാം, ഒരിക്കൽ ദൈവത്തിൻ്റെ ഭക്തന് വിപരീതമായി ചിന്തിച്ചപ്പോൾ പണി കിട്ടി എനിക്ക്. ഇനി ഞാൻ ഒരിക്കലും അവനെതിരായി കൈ ഓങ്ങൂല, ഞാൻ കൈ ഓങ്ങത്തില്ല. ഇവൻ തെറ്റുകാരനാണെങ്കിൽ ദൈവം അവൻ്റെ അശുദ്ധാത്മാവിനെ അഥവാ ദുരാത്മാവിനെയൊക്കെ അയച്ചു. ദൈവം ശാസിച്ചു. ഒരിടത്തും നോഹ താൻ ശ്രദ്ധിക്കാതെ കുടുംബം ഒന്നടങ്ങൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തിലേക്ക് വന്നു. തൻ്റെ മകൻ ചെന്ന് തെറ്റു പറഞ്ഞു. പക്ഷെ ദൈവം നോഹയുടെ കൂടെ ഇരുന്നു. അവൻ്റെ വംശപാരമ്പര്യത്തിൽ അതൊരു ശാപം. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഒരിടത്തും ദൈവം വിട്ടുകൊടുത്തില്ല. തൻ്റെ ലീഡേഴ്സിനെ ഒന്നും ഒരിടത്തും ദൈവം മറ്റുള്ളവർക്ക് പന്തടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തില്ല. എവിടെയെങ്കിലും അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവം ഡയറക്റ്റായിട്ട് അവരെ ശാസിച്ച് അവരെ ക്രമീകരിച്ച് അവരെ ശരിയായ വണ്ണം കൊണ്ടുപോയപ്പോൾ ദാവീദിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ദൈവം കൊടുത്തിരിക്കുക. ലീഡറാകണമെങ്കിൽ കുറേ അണികൾ വേണ്ടേ കൂടെ. അപ്പോൾ അണികൾ 400 പേര് വന്ന് ചേർന്നു. ഈ 400 പേര് വന്ന് ചേർന്ന അണികൾ ആരൊക്കെ എന്നാണ് ഞാനിവിടെ വായിച്ചത്. ഞെരുക്കമുള്ളവർ. നാളെ പണിയില്ലെങ്കിൽ നാളെ ദാരിദ്ര്യമാണ് അല്ലേ? 1-ാം തീയതി ശമ്പളം വാങ്ങിച്ചാൽ 10-ാം തീയതി മുതൽ പിന്നെ ഞെരുക്കമാണ്. അങ്ങനെയുള്ള പുള്ളികൾ എന്നും ഞെരുക്കമാണ്.
എന്ന് ഞെരുക്കമുള്ളവരെ ദൈവം അറിഞ്ഞു. അതാണ് ഞാൻ നിർത്തുന്നത്. ഞെരുക്കമുള്ളവരെ ദൈവം അറിഞ്ഞു. കടമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 വരെ 10 വരെ 5 വരെ കാണും ചിലപ്പോൾ. പിന്നെ ചില പുള്ളികൾ ചുമ്മാ നമ്പർ അടിച്ചും കൈ ഉയർത്തും ചിലപ്പോൾ. എനിക്ക് കടമൊന്നുമില്ല, അറിയാം അങ്ങോട്ട് നോക്കുമ്പോൾ അല്ലേ. ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർ ചോദിക്കും കരമടച്ചു എന്ന് നോക്കും. അപ്പോൾ കരമടച്ചില്ല, അത് അടയ്ക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ പോണ പരിപാടി സമയത്തേ ഉള്ളൂ. അതും കടം തന്നെ. ഓക്കെ, തിരിച്ചു വരട്ടെ. കടക്കാർ, ദാവീദിന്റെ കൂടെ ചേരാൻ വേണ്ടി വന്ന പുള്ളികള് ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, മനസമാധാനമില്ലാത്ത, ശാന്തതയില്ലാത്ത, സന്തുഷ്ടിയില്ലാത്ത, ഒരു ഉയർച്ചയില്ലാത്ത ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് ചേർന്ന നിങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ വായിക്കുന്നത്. ദൈവം എനിക്കൊരു ലീഡർഷിപ്പ് തന്നു. 1999 കാലഘട്ടത്തിൽ എന്നെ മിനിസ്ട്രിയിലേക്ക് എത്തിയെങ്കിൽ 997 കാലഘട്ടങ്ങളിൽ എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം ഒത്തിരി എന്നെ പഠിപ്പിച്ച് ആടിച്ച് സൂപ്പാക്കി എല്ലാം ഊരിട്ടി ചരിയാക്കി എടുത്ത് എന്നെ ഇന്നിവിടെ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് ദൈവം ആമേൻ വ്യക്തികളെ സഹായിയായിട്ട് ലീഡർഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് തന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കടബാധ്യതയുള്ള പുള്ളികൾ, ഞെരുക്കമുള്ളവർ, അതോടനുബന്ധിച്ച് സന്തുഷ്ടി ഇല്ലാത്തവർ, ആമേൻ എന്നിവക്കാരൊക്കെയും. അപ്പോൾ ഈ 3 വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഈ ഷാലോം ചർച്ചിൽ ഷാജി ബ്രദർ എന്ന് പറഞ്ഞ ലീഡറിൻ്റെ കീഴിലേക്ക് ദൈവം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നവർ. എന്ന് പറഞ്ഞാലിട്ട് എല്ലാം തികഞ്ഞ പുള്ളികളല്ല, പ്രശ്നങ്ങളാൽ വലയുന്നവരാണ്, സന്തുഷ്ടിയില്ലാത്തവരെയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. കടബാധ്യതയിൽ മുങ്ങിത്താണ് കിടക്കുന്നവരെയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞെരുക്കമുള്ളവർ ഓരോ ദിവസവും ഞെരുങ്ങി പോകുന്നവരെയാണ് സ്വർഗ്ഗം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, കർത്താവേ, യെസ്, ഞങ്ങൾ ആ വിധത്തിലുള്ള പുള്ളികളാണ്, ഞങ്ങൾ ഞെരുക്കമുള്ളവരാണ്, ഞങ്ങൾ ബാധ്യതയുള്ളവരാണ്. നിന്റെ കൃപയാൽ ഞങ്ങൾ നടക്കുന്നുവെങ്കിലും ഞങ്ങൾ സന്തുഷ്ടിയില്ലാത്തവരാണ് കർത്താവേ. ഞങ്ങൾ പിറുപിറുക്കക്കാരാണ്, പ്രശ്നക്കാരാണ്, കുഴപ്പക്കാരാണ്. എങ്കിലും ഞങ്ങളെയും ഈ ചർച്ചിനകത്ത് നീ കൊണ്ടുവന്നതിനായി സ്തോത്രം. എത്ര പേരവർ? 400 പേര് അവരുണ്ടായിരുന്നു. അവർ ദാവീദിനോട് കൂടെ ചേർന്നു എന്ന് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വചനം പഠിപ്പിച്ചു. എന്നാൽ ദാവീദ് ഈ 400 പേരെയും കളഞ്ഞില്ല, ഒപ്പം നിർത്തി. സ്വതം കളയാൻ കഴിയത്തക്ക സാഹചര്യങ്ങൾ അനേകം വന്നു. പക്ഷേ വേണമെങ്കിൽ കളയാം. ഈ കടബാധ്യതയിൽ കിടക്കുന്ന പുള്ളികളെ നമ്മളെ കൂടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നേ. ഇവർക്ക് എന്നും ദാരിദ്ര്യവും പ്രശ്നവും ആണ്. കടക്കാരെല്ലാം ഡെയിലി അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും. നമുക്കൂടെ നാണക്കേടാണ്. ദാവീദേ, വേണമെങ്കിൽ പറയാം, സുഹൃത്തെ നീ ഇച്ചിരി അങ്ങോട്ട് മാറിനില്ലേ, അങ്ങനെ ദാവീദിന് വേണമെങ്കിൽ പറയായിരുന്നു. ഞെരുക്കക്കാർ, എന്നും സ്വോത്രക്കാഴ്ച പോലും ഇടാൻ സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികൾ, എന്നും അന്നം പൊന്നി, എന്നും ദാരിദ്ര്യവും പറഞ്ഞ്, എന്നും ബുദ്ധിമുട്ടും പറഞ്ഞ് ഇവരെ നമ്മളെ കൂടെ നിർത്തിയിട്ടും വലിയ കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് നീക്കി മാറ്റി നിർത്താം. സന്തുഷ്ടിയില്ലാത്തവർ, ഒന്നിനും തൃപ്തിയില്ലാത്ത, എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എത്ര ആത്മീക ആരാധനയിൽ പങ്കെടുത്താലും എപ്പോഴും പുറത്തുകൊണ്ട് കിടക്കുന്ന പുള്ളി, നമുക്ക് എവരെ അങ്ങോട്ട് മാറ്റിയിരുത്തണമെന്നല്ല. ഇല്ല, ദാവീദ് എല്ലാത്തിനും ചേർത്ത് നിർത്തി. കാരണം ലോകത്തിലുള്ള മനുഷ്യൻ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പെടുമ്പോൾ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്നവന്റെ അഭിഷേകം ദാവീദിന്റെ അകത്തളത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ ദാവീദിനെ ആരെയും മാറ്റി നിർത്താൻ തോന്നിയില്ല. ഈ പ്രശ്നമുള്ളവരെയാണ് എനിക്ക് വേണ്ടത്, ഈ ഞെരുക്കമുള്ളവരെയാണ് എനിക്ക് വേണ്ടത്, ഈ കടബാധ്യതയിൽ മുങ്ങിത്താണ് കിടക്കുന്നവരെയാണ് എനിക്ക് ആവശ്യമുള്ളത് പറഞ്ഞ് ദാവീദ് സകല പേരെയും കൂടെ കൊണ്ട് നടന്നു. ആരെയും കൂടെ കൊണ്ട് നടക്കാതെ ഇരുന്നില്ല. അവൻ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് അവൻ കടന്നു വന്നു. എല്ലാ പ്രതിസന്ധികളിലും നിന്നു. നോഹയെ കുറിച്ച് നമുക്കറിയാം, അവനൊരു നല്ലൊരു ലീഡറായിരുന്നു. നോഹയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. നോഹയെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനോട് പെട്ടകം പണിയാൻ തുടങ്ങി. അതിപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പെട്ടകമൊന്നുമല്ല, അത് ഭയങ്കര പെട്ടകമാണ്. 400 അടിയോളം നീളമുള്ള സാധനമാണ്, 200 സംതിങ് വീതിയുള്ളതാണ്. അത് മരം മുറിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നത്തെ JCBയും ഹിറ്റാച്ചിയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. ഇതൊക്കെ വെച്ച് ഇവനോട് പണിയാൻ പറഞ്ഞ സമയത്തിൽ
ഇവൻ വ്യക്തമായത് പണിതു. ആ പണിയലിന് വേണ്ടിയിട്ട് നല്ലൊരു നേതൃത്വം കൊടുത്തു. ആമേൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അവിടെ ഒരു കോൺട്രാക്ടറായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരു നേതാവായിട്ട് നിന്നാൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. പുള്ളിക്കാരൻ കൃത്യമായി ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയായിട്ട് തന്നെ തീർന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, സ്വത്രം, ആമേ, പ്രളയം വന്ന് നശിക്കാൻ പോകുന്നു, പെട്ടകത്തിൽ കയറേണ്ടവരൊക്കെ പെട്ടകത്തിൽ കയറുക. എല്ലാവരും പറഞ്ഞു, വലിയപ്പച്ചന് പ്രായം വന്നിട്ട് വട്ടുപിടിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിച്ച് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ആ തിരക്കിന്റെ മധ്യത്തിലേക്ക് താൻ പരസ്യയോഗം നടത്തി പെട്ടകം പണിതു. ഇനി ഇത് മാത്രമാണോ? അപ്പൊ ഇത് രണ്ടും ആയപ്പോ തന്നെ ഒരു മനുഷ്യൻ എടുക്കണേക്കാൾ പറയും, പ്രസംഗം എന്ന് പറഞ്ഞാൽ ചെറിയ പടിയാണല്ലോ, വലിയ പടിയാണ്. ചുമ്മാ ചെന്നിട്ട് കാര്യമില്ല. പ്രസംഗം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം, എടുത്തിട്ടാണ് കൊടുക്കാനുള്ളത്. അത് ഭയങ്കര ജോലിയാണ്. അപ്പോൾ അവൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവശബ്ദം കേട്ട് ജനത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശം, മറ്റൊരു ഭാഗത്തിൽ പകൽ മുഴുവനും പകലന്തിയോളം പെട്ടകം പണിയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യാദികളും. ഇനി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നോഹ ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു. ഇന്നത്തെ ദൈവദാസന്മാരാണെങ്കിൽ എല്ലാവരും സ്വപ്നത്തിൽ കൂടെ നടക്കും, ബാക്കിയെല്ലാം പെട്ടകത്തിന്റെ പുറകെയും പ്രസംഗത്തിന്റെ പുറകെയും. ശരിയാണ്. നമ്മളൊക്കെ തിരക്ക് വരുമ്പോൾ അത് തന്നെയാണ്. ഉറങ്ങാൻ നേരത്ത് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും, കർത്താവേ കൂടെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക്, വിശ്വാസികളില്ലാതെ, വേണ്ടപ്പെട്ടവരില്ലാതെ, തിരക്കുകളില്ലാതെ, മറ്റൊരു ജോലിയും ഇല്ലാതെ. അപ്പോൾ ഒരു പരിധിയും ദൈവദാസന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് കഴിയുമ്പോൾ നാമയും ഞങ്ങളാണ്. അപ്പോൾ സ്വപ്നത്തിലാണ് അങ്ങനെ നടക്കുന്നത്. പിന്നെ ശരീരം അവിടെ കിടക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അവർ സംസാരിക്കും, ആത്മമണ്ഡലത്തിൽ അവരായിരിക്കും. കാരണം പകൽ സമയമില്ല, സമയം. പക്ഷേ ഇവിടെ സ്വപ്നത്തിൽ നടന്നതായിട്ടല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. നോഹ ഈ തിരക്കുകളുടെ മധ്യത്തിലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനായിരുന്നു. ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, എത്ര തിരക്കിൻ്റെ മധ്യത്തിൽ, എത്ര ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, കർത്താവിനോട് കൂടെ നടക്കാൻ സമയം കണ്ടെത്തിയിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടക്കാൻ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, ഒരല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ, ആമേൻ, ദൈവത്തോട് കുശല പ്രശ്നം പറയുവാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ആ തിരക്കുകളുടെ മധ്യത്തിലേക്ക് നീ സമയം കണ്ടെത്തണം. അതായിരുന്നു ആ കാലഘട്ടത്തിലെ നോഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. പ്രസംഗം മാത്രമല്ല, പെട്ടകം പണിയിൽ മാത്രമല്ല, ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല, നോഹയുടെ മക്കളെ കുറിച്ച് നോഹയ്ക്ക് ഭയങ്കര കരുതലായിരുന്നു. അവൻ ആ തിരക്കിൻ്റെ മധ്യത്തിലും കുട്ടികളെ എത്തിക്കേണ്ടുന്ന ലെവലിൽ കൊണ്ടെത്തിക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുവാൻ, അവരെ ഭക്തിയിലും ഭയത്തിലും, ഞാൻ പെട്ടകം പണിത് കഴിഞ്ഞാലൊട്ട് ഈ ലോകം വിരക്തി കാണിച്ച് മാറി നിൽക്കുന്നത് പോലെ നിങ്ങളും ഈ ലോകത്തിൽ ചെന്ന് കൂട്ടുപിടിച്ച്, ഈ ലോകത്തിൽ ചെന്ന് ഗെയിംസിനും അല്ലെങ്കിൽ സിനിമയ്ക്ക്, ആമേ, ലോകപ്രകാരമുള്ള വൾഗറായിട്ടുള്ള കാര്യാദികളുടെ കൂടെ പോകാതെ, ഞാൻ പെട്ടകം പണിത്, ആമേ, പെട്ടകത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടം അടയ്ക്കപ്പെടുമ്പോൾ എൻ്റെ പിള്ളാരെ നിങ്ങളും കൂടെ ഇതിനകത്ത് കടന്നു വരപ്പെടണം. അപ്പൻ കുടുംബത്തെ ശ്രദ്ധിക്കാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഈ പിള്ളേരെല്ലാം നാല് കോണിൽ പോയേനെ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സമയം കണ്ടെത്തി അടുത്ത തലമുറക്കാരനെയും പെട്ടകത്തിനകത്ത് കയറ്റി. തിരക്കുകളൊക്കെ നല്ലതാണ്, പക്ഷേ അടുത്ത തലമുറക്കാരൻ പെട്ടകത്തിനകത്ത് ഇല്ലെങ്കിൽ ഈ പെട്ടകം പണിതുകൊണ്ട് അർത്ഥമില്ല. ഈ കർത്താവിന്റെ കൂടെ നടന്നതുകൊണ്ട് അർത്ഥമില്ലാണ്ടായി പോകും, ഈ പ്രസംഗിച്ചത് അർത്ഥമില്ലാണ്ടായി പോകും. അതുകൊണ്ട് അടുത്ത തലമുറക്കാരനെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട് നോഹ സമയം കണ്ടെത്തി. സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട്, ശാസന കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, എവിടെയൊക്കെയോ അവർ പെറുപെറുത്ത സമയങ്ങളിലേക്കും അതെല്ലാം ക്ഷമിച്ച് ആമേൻ, അപ്പന്റെ നഗ്നതയെക്കുറിച്ച് മൂത്തവൻ, ആമേൻ, വ്യക്തമായിട്ട്, ആമേൻ, കുറ്റം പറഞ്ഞ സമയത്തിലും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പഠിച്ച് ഇരുന്നപ്പോൾ ദൈവം അവനെ ശാസിക്കുകയോ, അവൻ്റെതായുള്ള നന്മകൾക്ക് ദൈവം ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ അപ്പൻ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത്, ഞാൻ പറയുന്നില്ല, പക്ഷെ മക്കളെ പെട്ടകത്തിനകത്ത് കയറ്റി. നിങ്ങളുടെ കുട്ടികൾ ഇന്ന് നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടോ?
നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുണ്ടോ? ഞാൻ വേദനിപ്പിക്കുന്നില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അത് പറയേണ്ട സമയം പറയണം. അഭ്യസിപ്പിക്കേണ്ട സമയം പിള്ളേരെ സ്പെഷ്യൽ ട്യൂഷന് വിടും. ആ സമയത്തിൽ നിങ്ങൾ സ്പെഷ്യൽ ട്യൂഷന് വിട്ടിട്ട് സ്വത്ര കമുകാകുന്നത്തേക്ക് പിടിക്കുമ്പോൾ കിട്ടൂല. ഇത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അങ്ങനെയാണ് നടക്കേണ്ടുന്ന സമയങ്ങളുണ്ട്. ഇതിനെ വളച്ചാൽ വളയുന്ന സമയമുണ്ട്, ഇതിനെ ശരിയാക്കിയാൽ ശരിയാകുന്ന സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ മുതിർന്നതിന് ശേഷം പലപ്പോഴും കൺട്രോൾ ചെയ്യുമ്പോൾ നിൽക്കുന്നില്ല. പ്രാർത്ഥനയും ആരാധനയും എന്ന് പറഞ്ഞ നമ്മുടെ ജീവശ്വാസമാണ് എന്ന് കുട്ടികളെ വ്യക്തമായി ചെറുപ്രായത്തിലെ ഇഞ്ചക്ട് ചെയ്ത് പഠിപ്പിച്ച് വരുമ്പോൾ സ്തോത്രം, ആ പിള്ളേർ നല്ല ഭാവി വന്നിട്ട് അവർ പറയും, എന്താ മക്കളെ നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ നടത്തുന്ന ക്യാമറയുടെ മുമ്പിലും അവർ ധൈര്യത്തോടുകൂടി പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ശീലിപ്പിച്ച ചില ശൈലികളുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ പള്ളിയിൽ പോകാൻ ഉത്സാഹിപ്പിച്ചു, പ്രാർത്ഥനയ്ക്ക് എന്നെ ഉത്സാഹിപ്പിച്ചു. ആ ദൈവഭക്തിയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം. ഒരിക്കലും കുട്ടികൾ പറയൂല നല്ല സ്പെഷ്യൽ ട്യൂഷന് വിട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ വിട്ടു, നല്ല സ്കൂളിൽ വിട്ടുകൊണ്ടു, അതുകൊണ്ട് അതൊക്കെ കണ്ടെന്നും അവരൊരിക്കലും പറയത്തില്ല. ചില മേഖലകളിൽ, ചില മണ്ഡലങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നോഹയ്ക്ക് മാത്രമല്ല ദാവീദിന്റെ മേലും ഉണ്ടായിരുന്നു. ക്ഷമിക്കാനും സഹിക്കാനും കരുതുവാനും. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇത്രയും മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി, അവരെ ഒപ്പം നിർത്തി. അവർക്ക് ധനമാർഗങ്ങളോ നന്മകളോ ഒന്നും കൊടുക്കാനായിട്ട് ദാവീദിൻ്റെ കയ്യിലില്ല. കാരണം രാജസ്ഥാനത്തിലേക്ക് വന്നില്ല പുള്ളി ഇപ്പോൾ ആകെപ്പാടെ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു നേരത്തെ ആഹാരം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവർ കൊടുക്കണം. കാരണം ശൗലിനെ പേടിച്ച് വനാന്തരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 400 പേര് വന്ന് കൂടെ കയറിയത്. ആ കൂടെ ചേർന്ന സമയങ്ങളിലേക്കും അവൻ അത്രത്തോളം ക്ഷാമവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ കൂടെ ചേർത്ത് നിർത്തി. സഹോദരങ്ങളെ, ചരിത്ര പശ്ചാത്തലം നോക്കിയപ്പോൾ ഈ 400 പേര് പിന്നത്തേതിൽ ആരായി തീർന്നു എന്ന് ബൈബിൾ തന്നെ എഴുതിയിട്ടുണ്ട്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ 8-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്തിൽ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും 32-ാമത്തെ വാക്യവും നമ്മൾ നോക്കുന്ന സമയത്തിൽ ഒരു ക്ലൂ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും. നേരത്തെ ആരായിരുന്നു? ദാരിദ്ര്യവാസികളായിരുന്നു. ഇപ്പൊ ആരായി? ദാവീദിന്റെ കൂടെ ഇരിക്കുന്നവർ വീരന്മാരും യുദ്ധാഭ്യാസികളും. ഗദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോടുകൂടി ചേർന്ന് അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. നേരത്തെ ഈ പുള്ളിക്കാർ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിന്ന പുള്ളികളാണ്. നേരത്തെ ഞെരുങ്ങി 24 മണിക്കൂറും പുറുപുറുപ്പോടുകൂടി നടന്ന സാധാരണക്കാരനായിരുന്നു. ഈ സാധാരണക്കാരനായിരുന്ന 400 പേരെ തൻ ഒപ്പം ചേർത്ത് നിർത്തിയപ്പോൾ അവർ ഒരുമിച്ച് ദൈവിക പദ്ധതികൾക്കകത്ത് ഐക്യതയുടെ സ്നേഹത്തോടുകൂടി എൻ്റെ ബോസിന് ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്, ദാവീദിന് ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തിനോട് ഒപ്പം ഈ കടക്കാരന്മാരെല്ലാം കൂടെ ചേർന്ന് നിന്നപ്പോൾ, ഈ ഞെരുങ്ങിയവന്മാരെല്ലാവരും കൂടെ ചേർന്ന് നിന്നപ്പോൾ, ഈ പിറുപിറുക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നപ്പോൾ അവരായിത്തീർന്നു. അവർ സിംഹമുഖമുള്ളവരായി തീർന്നു. ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നവർക്ക് പറയുന്ന പേരാണ് സിംഹം. ഒരു മൃഗത്തിനും വഴിമാറി കൊടുക്കാത്ത നേരത്തെ കടക്കാർ വരുമ്പോൾ ഓടി ഒളിച്ചുകൊണ്ടിരുന്നവൻ ധൈര്യത്തോടെ നിൽക്കാത്ത വിധത്തില് സിംഹമുഖമുള്ളവന്, മാൻപേടകളെ പോലെ വേഗതയുള്ളവർ. നേരത്തെ കഴിഞ്ഞ് ഒന്നിനും താല്പര്യമില്ലാത്ത, ഒന്നിനും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഒന്നിനും കൊള്ളരുതാത്തവരായിരുന്ന വ്യക്തികള് മാൻപേടകളെ പോലെ വേഗതയുള്ളവരും പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ളവന്മാരും വീരന്മാരും യുദ്ധാഭ്യാസികളും ഒക്കെ ആയി തീർന്നുവെങ്കിൽ ഇന്നൊരു പ്രവചനാത്മാവിനാൽ ഇതിനെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയപ്പെടുമോ? നേതൃത്വത്തിനൊരു ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് ഒപ്പം ദൈവസഭ നിൽക്കുന്നുവെങ്കിൽ നിന്നെ ഒരു വീരനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുക. നിന്നെ ഒരു ശക്തനാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുക. നേതൃത്വത്തിന്റെ ദർശനത്തിന് ഒത്തവണ്ണം നിൽക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ നിന്നെ ദൈവം സിംഹമുഖമുള്ളവനാക്കി മാറ്റും. അതാണ് സഭ
നിങ്ങൾ വന്നു കയറിയപ്പോൾ ഒരു നന്മകളും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, ദാരിദ്ര്യവും ദുഃഖവും പ്രയാസവും ഭാരവുമാണ് എങ്കിൽ, ദൈവം ദൈവത്തിന്റെ ഭക്തന്മാർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനൊപ്പം ദർശനത്തിന് ഒത്തവണ്ണ നിങ്ങൾക്കും ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ സ്വർഗത്തിലെ അനുഗ്രഹം നിങ്ങളെ തേടി വരിക. ദാവീദിന് മാത്രമല്ല, ദാവീദിന്റെ കൂടെ നിന്നവർ അനുഗ്രഹിക്കപ്പെട്ടു, ദാവീദിന്റെ ഒപ്പം ഇറങ്ങിയവർ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പകൽ സമയം അനുഗ്രഹം പ്രാപിച്ചവർ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നീ പറയരുത്, നിന്റെ വാക്ചാതുര്യം കൊണ്ട് നീ പറയരുത്, നിന്റെ കഴിവുകൾ കൊണ്ട് നീ പറയരുത്. നീ ഭക്തന്മാർക്ക് കൊടുത്ത ദർശനത്തിന് ഒപ്പം നിന്നതുകൊണ്ട് സ്വർഗം നിന്നെ മാനിച്ചതാണ്. 14-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർ ഗത്തിരിൽ പടനായകന്മാരായിരുന്നു, നായകന്മാരായിട്ട് അവർ തീർന്നു. അവരിൽ ചെറിയവർ 100 പേർക്കും വലിയവർ 1000 പേർക്കും മതിയായവര്. സ്വത്രം 100 പേർക്കും 1000 പേർക്കൊക്കെ മതിയായ വിധത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് അവർ തീർന്നു. 22-ാമത്തെ വാക്യം, ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 400 പേര് ദാവീദിന്റെ സഹായിയായിട്ട് തീർന്നപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയല്ല. ഞങ്ങളുടെ ലീഡറിനൊരു ദർശനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ലീഡറാക്കി വെച്ചവന് ദൈവം ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്, ദൈവം അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളും ആ ദർശനത്തിന് മാറ്റം വരാതെ, ഭംഗം വരാതെ ഞങ്ങളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം കഴിവില്ലാത്ത വ്യക്തികൾ നിന്നപ്പോൾ അവരെല്ലാവരും ശക്തന്മാരായി തീർന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 999 കാലഘട്ടത്തിൽ സഭയ്ക്ക് തന്ന ചില ദർശനങ്ങള്, സഭയ്ക്ക് തന്ന ചില കാഴ്ചപ്പാടുകള്, അതിനോടൊപ്പം നിൽക്കുന്ന, അതിനോടൊപ്പം ആരാധിക്കുന്ന, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന, വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകാതെ, വഴിക്ക് വെച്ച് തളർന്നു പോകാതെ, വഴിക്ക് വെച്ച് പിന്മാറിപ്പോകാതെ നിൽക്കുന്ന ദൈവസഭയെ, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, അത് നീ അനുഭവിക്കും. പിന്നെ അവർക്ക് കടമില്ല, പിന്നെ അവർക്ക് ഞെരുക്കമില്ല, അവരുടെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം വരും. ദൈവം നിങ്ങളുടെ സ്ഥിതിഗതികൾക്കൊരു മാറ്റം വരുത്തും സഹോദരങ്ങളെ. എല്ലാ കാലഘട്ടത്തിലും നിനക്ക് ദാരിദ്ര്യവും ദുഃഖവും അല്ല, എല്ലാ കാലഘട്ടത്തിലും നിനക്ക് ക്ഷാമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ മാത്രവുമല്ല. നീ ചേർന്ന് നിൽക്കുവാൻ മനസ്സുള്ള വ്യക്തിയാണ് എങ്കിൽ ദൈവം വാസ്തവമായിട്ട് നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. സഭ ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമായിരിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19 മുതൽ നമ്മൾ വായിക്കുന്ന സമയത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആര്? പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 20-ാം വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിലും, 1 ദൈവശക്തി അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 2 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, ആ ശക്തി യേശുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, ആ ശക്തിയാണ് യേശുവിനെ ഉയർപ്പിച്ചത്. 21-ാം വാക്യം, സ്വർഗത്തിൽ തൻ്റെ വലത് ഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും, എല്ലാ വാഴ്ചയും സാത്താൻ്റെ ശക്തികളാണ്, വാഴ്ചകൾ അധികാരങ്ങളൊക്കെ 4 ഫോഴ്സുകൾ പിശാചിന്, അതിൻ്റെ മേളിൽ അധികാരത്തിനും ശക്തിയും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വച്ച് അവനെ സർവത്തിനും മീതെയാക്കി. പിടിയിട്ടില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശക്തി ആദ്യമുണ്ടായിരുന്നു, ആ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ശക്തിയാണ് ജീവന്റെ കണികൾ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഈ ശക്തി എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ യേശുവിലേക്ക് പോയി. യേശുവിലേക്ക് ഈ ശക്തി ചെന്നപ്പോഴാണ് ഈ ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതും സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും യേശുവിനെ അധികാരിയാക്കി വെച്ചു. ഒരു സാത്താനും യേശുവിനെ ജയിക്കത്തില്ല, ഒരു മന്ത്രത്തിനും ബന്ധനത്തിനും ശാപത്തിനും യേശുവിന് അതിൻ്റെതായിട്ടുള്ളൊരു പവർ ഈ ശക്തി വന്ന് വ്യാപരിച്ചപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 22-ാം വാക്യം, സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു അവനെ സർവത്തിനും മീതിയാക്കി. 23, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന. അപ്പോൾ ഇപ്പോൾ ഈ അനുഗ്രഹം മുഴുവൻ എവിടെ ഇരിക്കുന്നു? യേശുവിൽ. ശക്തി യേശുവിൽ നിൽക്കുന്നു, പിശാചിന്റെ മേലുള്ള അധികാരം യേശുവിൽ നിൽക്കുന്നു, അനുഗ്രഹം മുഴുവനും യേശുവിൽ നിൽക്കുകയാണ്. ഈ യേശു എങ്ങോട്ട് പോയി എന്നാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക്
കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബ്ലെസ്സിങ് എല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. ഈ ശക്തി യേശുവിലേക്ക് വ്യാപരിച്ചു. യേശു കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം മുഴുവനും തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നവന്റെ മേലാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്നിവിടെ വെറുതെ അല്ല ചില അനുഗ്രഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇതെവിടെ കിട്ടും? സഭയ്ക്കകത്താണ് അനുഗ്രഹം. ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് അനുഗ്രഹം. Praise the Lord. ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ആമേൻ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചൊടുവിൽ ഈ അനുഗ്രഹത്തിന്റെ ആസ്ഥാനം എവിടെയാക്കി നിർത്തിയിരിക്കുന്നു? തൻ്റെ ശരീരമാകുന്ന സഭ, തൻ്റെ ശരീരം, യേശു കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്കകത്താണ് സകല അനുഗ്രഹവും വന്നു വീണിരിക്കുന്നത്. ആകയാൽ ഇതിനകത്ത് വരാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല. സഭയ്ക്കകത്ത് വരാതെ അനുഗ്രഹം കിട്ടത്തില്ല. സഭയിൽ ചേർന്ന് നിൽക്കാതെ അനുഗ്രഹം കിട്ടത്തില്ല. സഭയോട് കൂടെ നടക്കാതെ അനുഗ്രഹം കിട്ടത്തില്ല. എത്ര വലിയ ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞാൽ, എത്ര വർഷ കൃഷി കാര്യാദികൾ ചെയ്തെന്ന് പറഞ്ഞാൽ, എത്ര വലിയ വമ്പൻ ബുദ്ധിശാലികളെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ആമേ ശരീരമാകുന്ന സഭയോട് പറ്റിപ്പിടിച്ചിട്ടല്ലാതെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റത്തില്ല. സ്വതം ഒരു സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 133 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഒരുമിച്ചിരിക്കുന്നത് എത്ര മനോഹരമെന്നാണ്. ഇന്ന് പകൽ സമയം നമ്മൾ ഒത്തൊരുമിച്ചിരിക്കുന്നത് എത്ര മനോഹരമാണ്, എത്ര ശുഭമായിരിക്കുന്നു എന്നാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും എഴുതിയിരിക്കുന്നു: അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്. അഹരോന്റെ താടിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും. അപ്പോൾ ഒരുമിച്ച് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു വിശേഷ തൈലമുണ്ട്. പ്രൈസലോ. ചൂട് പിടിച്ചിട്ടാണ് വന്നു എങ്കിലും നിങ്ങളുടെ തല ഇപ്പോൾ തണുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലയെ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പ് താടിയിലൂടെ, വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ ഈ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെയാ അനുഗ്രഹം? ആ സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്നിടത്താണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തെക്കുറിച്ചാണ് 133 സങ്കീർത്തനം വ്യക്തമായിട്ട്. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്താണ് അനുഗ്രഹം, സഭയ്ക്കകത്താണ് നന്മ, സഭയ്ക്കകത്താണ് നേട്ടം. സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അനുഗ്രഹം. സഭയുടെ കൂടെ നടക്കുന്നവർക്കാണ് അനുഗ്രഹം. 3 ആരാധന 4 ആരാധന വന്നേച്ചു പോകുന്നവർക്കല്ല അനുഗ്രഹം. ആമേൻ. വിട്ടുമാറാതെ പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലും പ്രതികൂലങ്ങളിലും ആമേൻ തൻ്റെ ശരീരമാകുന്ന സഭയോടൊപ്പം പറ്റിപ്പിടിച്ച് ഓടുന്ന ദൈവജനത്തിന് ഒരു വിടുതലുണ്ട്, ഒരു ഐശ്വര്യമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ദാവീദിൻ്റെ കൂടെ 400 പേർ ആദ്യം കടന്നു വന്നപ്പോൾ കടക്കാരും അവർ ദരിദ്രരുമായിരുന്നു, ക്ഷാമമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു. പിന്നത്തേതിൽ അവർ ശക്തന്മാരായിട്ട് തീർന്നതിന്റെ പിന്നില് ഒരു അഭിഷിക്തന്റെ കൂടെ നടന്നപ്പോൾ അഭിഷിക്തന് ദൈവം കൊടുത്ത ദർശനത്തിന് ഒത്തൊരുമിച്ച് നിന്നു. ഇല്ലായ്മയിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് ലഭിക്കേണ്ടുന്ന സകലവിധമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്ഥിതിഗതികൾ മാറും എന്നുള്ളതിന് സംശയമില്ല. ഞെരുക്കങ്ങൾ മാറുമെന്നുള്ളതിന് സംശയമില്ല. കടബാധ്യതകൾ മാറുമെന്നുള്ളതിന് സംശയമില്ല. നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാവോ? ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുക. ലോകത്തിൻ്റെ കൂടെ നടക്കാതെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാൻ, ലോകത്തിലുള്ളതിനെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ സഭയെ ആശ്രയിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവസഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിന് ഒരു അനുഗ്രഹമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരാശ്വാസമുണ്ട്. ദാവീദിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ നശിച്ചു പോയില്ല. കടക്കാരെ ദൈവം കടമില്ലാത്തവരാക്കി തീർന്നു. ഞെരുക്കമുള്ളവരെ ദൈവം ഞെരുക്കമില്ലാത്തവരാക്കി തീർന്നു. തൃപ്തിയില്ലാത്തവരെ ദൈവം തൃപ്തി ഉള്ളവരായി തീർന്നു. യോദ്ധാക്കന്മാരായി വലിയൊരു സൈന്യമാക്കി ദൈവം അവരെ വർദ്ധിപ്പിച്ചതുപോലെ കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരും. എല്ലാ കാലത്തും ക്ഷാമമല്ല, എല്ലാ കാലത്തും ബുദ്ധിമുട്ടല്ല, എല്ലാ കാലത്തും പ്രയാസമല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വാഗ്ദത്വ പ്രകാരമുള്ള ഒരു അനുഗ്രഹമുണ്ട്, ഒരു വിശാലതയുണ്ട്, ഒരു വർധനമുണ്ട്.
പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവറുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.